الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم هل جزاء الإحسان إلا الإحسان فبأي آلاء ربكما تكذبان ومن دونهما جنتان ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരങ്ങളെ, ലോകത്തിൻ്റെ സംരക്ഷകനും സർവനിയന്താവുമായ റബ്ബുൽ ആലമീൻ അല്ലാഹുവിൻ്റെ മതനിയമങ്ങളെ നാം പാലിച്ചുകൊണ്ട് അതിൻ്റെ അതിർവരമ്പുകളെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കാനും ചിട്ടപ്പെടുത്താനും ഗൗരവതലത്തിൽ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിൻ്റെ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ഈ ദീനിനെ തൃപ്തിപ്പെട്ടുകൊണ്ട് നല്ല ജീവിതവും ഈമാനുള്ള മരണവും നമുക്ക് ഓരോരുത്തർക്കും അല്ലാഹു പ്രതിഫലമായി നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ ഇഷ്ടം നേടിയെടുക്കാൻ നല്ല ശ്രമം നടത്തുന്നവരാണ് നമ്മൾ. മറ്റൊരാളുടെ സ്നേഹവും ഇഷ്ടവും കിട്ടാൻ വേണ്ടി പല വഴികളും സ്വീകരിക്കുന്നവരാണ്. നമ്മളേറെ സ്നേഹിക്കേണ്ടുന്ന നമ്മുടെ റബ്ബിന്റെ ഇഷ്ടവും റബ്ബിന്റെ സ്നേഹവും കിട്ടാൻ ആഗ്രഹിക്കണം. നാം കാണുന്നില്ല എന്ന് വിചാരിച്ച് നമ്മളെ സ്നേഹിക്കുന്നില്ല എന്നതിനർത്ഥമില്ല പടച്ച റബ്ബ്. ആ റബ്ബിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞും പഠിച്ചും നമ്മൾ അതിലേക്ക് എത്താൻ ശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മങ്ങളെ കുറിച്ച് പഠിപ്പിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുന്നുണ്ട്, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്, അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ബഅദൽ ഫറായിദി, ഫർള് നമസ്കാരങ്ങൾ അല്ലെങ്കിൽ ഫറളാക്കപ്പെട്ട കർമ്മങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഫറളാണ് എന്നർത്ഥം. അത് കഴിഞ്ഞാൽ അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടം ഇദ്ഖാലുസ് സുറൂരി അലൽ മുസ്ലിമി, മുസ്ലിമിന്റെ മനസ്സിൽ സന്തോഷം ഉണ്ടാക്കി കൊടുക്കലാണ്. ഹാപ്പിനെസ് എന്ന വാക്കിന് ഇന്ന് ഭയങ്കര തലങ്ങളുണ്ട്. ഹാപ്പിനെസ് നടത്തുന്ന 3 days 4 days 4 ദിവസം 3 ദിവസത്തെ ക്യാമ്പിന് 1000 10,000 കൊടുത്ത് സന്തോഷം കണ്ടെത്താൻ പോണ ആൾക്കാരുണ്ട്. ഇവിടെയാണ് ഇസ്ലാം പറയുന്നത്, മനസ്സിനെ, മറ്റൊരു മുസ്ലിമിന്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുക എന്നത് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് ചരിത്രം. ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത് കയറി വന്നു. 2 ചോദ്യം ചോദിച്ചു. ഒന്നാമത്തെ ചോദ്യം, നബിയേ, അയ്യുന്നാസി അഹബ്ബു ഇലല്ലാഹ്, കോടാനുകോടി മനുഷ്യരുണ്ട്,
ഈ മനുഷ്യരുടെ കൂട്ടത്തിൽ അള്ളാഹുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ആരോടാണ്? രണ്ടാമത്തെ ചോദ്യം, വഅഹബ്ബുൽ അഅമാലു ഇലല്ലാഹ്. ഇവിടെ ഒരുപാട് കർമ്മങ്ങൾ പലരും ചെയ്യുന്നുണ്ട് നബിയെ, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം ഏതാണ്? ഈ ചോദ്യത്തിന് നബിതങ്ങൾ പറഞ്ഞ മറുപടി, ഒന്നാമത്തെ ചോദ്യം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരോടാണെന്ന ചോദ്യത്തിന് മറുപടി, അഹബ്ബുന്നാസി ഇലല്ലാഹി അൻഫഉഹും ലിന്നാസ്. മനുഷ്യരോട് ഏറ്റവും ഉപകാരം ചെയ്യുന്നവരാരാണോ അവരെയാണ് അള്ളാഹ്ക്ക് ഇഷ്ടം. അവിടെയാണ് നമ്മുടെ മനസ്സ് കൊണ്ടുവെക്കേണ്ടത്. മനുഷ്യർക്ക് ഏറെ ഉപകാരമുള്ള ഒരാളായി മാറുക എന്നതാണ് അള്ളാഹ്ക്ക് ഒരാളെ ഇഷ്ടപ്പെടാനുള്ള വലിയ ഒരു കാരണം. രണ്ടാമത്തെ ചോദ്യത്തിന്റെ മറുപടി നബിതങ്ങൾ ഒന്നുകൂടെ വിശദീകരിച്ചു പറഞ്ഞു. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനം എന്നാൽ തുദ്ഖിലുഹു അലാ മുസ്ലിമിൻ, ഒരു മുസ്ലിമിന്റെ മനസ്സിൽ സുറൂറാകുന്ന സന്തോഷം നിറക്കലാണ്. ഇന്ന് നമ്മൾ എത്ര മുസ്ലിമീങ്ങളെ സന്തോഷിപ്പിച്ചു, ഇന്ന് നമ്മൾ എത്ര പേരെ ചിരിപ്പിച്ചു. നന്മ കൊണ്ട്, സന്തോഷം കൊണ്ട് എത്ര മനസ്സുകളിൽ, ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു. നമ്മൾ ഇന്ന് എത്ര പേരോട് നല്ല വാക്ക് പറഞ്ഞു. വീട്ടിൽ നമുക്ക് വേണ്ടി ഒരുപാട് അധ്വാനിച്ച് നമ്മുടെ ഭാര്യയുടെ ഏതെങ്കിലും ഒരു കർമ്മത്തിന് ഒരു പ്രശംസയുടെ വാക്ക് നമ്മൾ ഇന്ന് പറഞ്ഞു. നമ്മുടെ മക്കൾ ഇന്ന് എന്തൊക്കെയോ സഹായം നമുക്ക് ചെയ്തെന്നു. ഒരു നല്ല അംഗീകാരം നമ്മുടെ വാക്കിന്ന് വന്നോ? ഒരു വിശ്വാസി അവന്റെ ജീവിതത്തിൽ മറ്റൊരു മുഅ്മിനിനെ, മനുഷ്യനെ, മുസ്ലിമിനെ സന്തോഷിപ്പിച്ചാൽ അള്ളാഹ്ക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഔ തക്ഷിഫു അൻഹു ഖുർബതൻ, അല്ലെങ്കിൽ ഒരു മുസ്ലിമിന്റെ പ്രയാസം നീക്കിക്കൊടുക്കുക എന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. ഔ തത്റുദു അൻഹു ജൂആ, അല്ലെങ്കിൽ അവന്റെ വിശപ്പിന് പരിഹാരമായി വിശപ്പ് മാറ്റാൻ, വിശപ്പുരഹിത ഭവനങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചവനായാൽ അതും അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. ഔ തഖ്ളീ അൻഹു ദൈനാ, കടം കൊണ്ട് വരിഞ്ഞു മുറുക്കപ്പെട്ട ഒരു മനുഷ്യന്റെ കടത്തിനു പരിഹാരം കണ്ടെത്താൻ ശ്രമിച്ചാൽ അതും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണ്. നാല് കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ട് ഇത് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. നമ്മളൊക്കെ അള്ളാഹിന്റെ മുഹിബ്ബീങ്ങളായി മാറാൻ ആഗ്രഹിക്കുന്നവരാ. അള്ളാഹ് ഒരാളെ സ്നേഹിച്ചാൽ ആകാശ ലോകത്തുനിന്ന് ജിബ്രീലിനോട് പറയും, ജിബ്രീലേ, അവനെ എനിക്കിഷ്ടമാണ്, നീ അവനെ ഇഷ്ടപ്പെടണം. ജിബ്രീൽ ഏഴാനാകാശത്തിന്റെ മോളിൽ പോയിട്ട് പറയും, നമ്മുടെ റബ്ബിന് ഇന്ന വ്യക്തിനെ ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങൾ എല്ലാവരും ആ വ്യക്തിനെ ഇഷ്ടപ്പെടണം. എന്തൊരു വലിയ സ്ഥാനാണ് കിട്ടുന്നത്. എങ്കിൽ ആ ഇഷ്ടം കിട്ടാൻ അള്ളാഹുവിന്റെ ഖുർആൻ പറയാണ്, അള്ളാഹുവിന്റെ സ്വർഗം ലഭിക്കുന്ന ആളുകൾ 30-ലേറെ സ്ഥലത്ത് ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ സൂറത്തുർ റഹ്മാനിൽ പറയുന്നുണ്ട്. അതിന്റെ അവസാന ഭാഗത്ത് സ്വർഗത്തിന്റെ വിവിധങ്ങളായ അനുഭവങ്ങൾ പറയുന്നുണ്ട്. കഅന്നഹുന്നൽ യാഖൂതു വൽ മർജാൻ, ഓരോ വർണ്ണനകൾ വിശദീകരിച്ചു വരെ. ഫീഹിന്ന ഖാസിറാത്തുത് തർഫി ലം യത്മിഥുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ. വായിക്കണം നമ്മൾ. അതിലൊരു പരാമർശമുണ്ട്, ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ. നന്മ ചെയ്തവർക്ക് നന്മയല്ലാതെ മറ്റെന്ത് പ്രതിഫലമാ കൊടുക്കാനുള്ളത്? സ്വർഗം ഇങ്ങനെ പറഞ്ഞിട്ട് പറയാ, ഇഹ്സാൻ ഭൂമിയിലുള്ള മനുഷ്യരോട് സുഹൃതം ചെയ്തവർക്ക് സ്വർഗമാകുന്ന ഇഹ്സാൻ അല്ലാതെ വേറെന്ത് കൂലിയാ കൊടുക്കാനുള്ളത്? ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. നിങ്ങൾ രണ്ട് സൃഷ്ടി വിഭാഗങ്ങൾ എന്തിനാണ് അല്ലാഹനെ നിഷേധിക്കുന്നത്? വമിൻ ദൂനിഹിമാ ജന്നതാൻ, അതിനു പുറമേ അവർക്ക് രണ്ട് സ്വർഗം വേറെയും കൊടുക്കുന്നതാണ്. ഇങ്ങനെ വിശദീകരിച്ചപ്പോ മഹാരഥന്മാരായ ഉലമാക്കന്മാര് പറയാണ്, എന്താണ് അവിടെ അർത്ഥമാക്കുന്നത്? മാ ജസാഉ മൻ അഹ്സന ഫിദ്ദുനിയ, ദുനിയാവിൽ മനുഷ്യർക്ക് സുഹൃതങ്ങൾ ചെയ്തു കൊടുത്താൽ അന്ന യുഹ്സിന ഇലൈഹി ഫിൽ ആഖിറ, പരലോകത്ത് അല്ലാഹ് അവൻക്ക് സുഹൃതമാകുന്ന സ്വർഗം കൊടുക്കും. നമ്മുടെ ചുറ്റുവട്ടത്ത് കുറെ മനുഷ്യന്മാരുണ്ട്. ഈ മനുഷ്യരുടെ പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കാൻ, അവരോട് മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കാൻ കഴിഞ്ഞാൽ ഒരു ചിരിക്കുന്നത് പോലും സ്വതക്കയാണ്.
അതുപോലും ഇബാദത്താണ് പഠിപ്പിച്ചതെങ്കിൽ നമ്മൾ എത്ര നല്ല മനുഷ്യരായി മാറാനുണ്ടെന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഇബ്നു ഖയ്യിം അൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഇന്നല്ലാഹ തആല കരീം യുഹിബ്ബുൽ കറമ. അല്ലാഹു ഭയങ്കരമായ ഉദാരനാണ്, അല്ലാഹു ഉദാരത ഇഷ്ടപ്പെടുന്നവനാണ്. വമൻ റഹിമ ഇബാദ, ഏതെങ്കിലും ഒരു അടിമയോട് ആരെങ്കിലും കരുണ കാണിച്ചാൽ റഹിമഹുല്ലാഹ്, അല്ലാഹ് അവനോട് കരുണ കാണിക്കും. നമ്മളൊരു ജീവിനോട് കരുണ കാണിച്ചാല് അല്ലാഹ് നമ്മളോടൊരു കരുണ കാണിക്കും. വമൻ അദ്ഖല സുറൂറ അലാ ഖൽബിൻ ഗൈരിഹി, അവനല്ലാത്ത മറ്റൊരാളുടെ കൽബിലേക്ക് ഒരു സന്തോഷം ഇട്ടുകൊടുത്താൽ അദ്ഖലല്ലാഹു സുറൂറ അലാ ഖൽബിഹി, ആ ചെയ്ത വ്യക്തിയുടെ കൽബിലേക്ക് അല്ലാഹ് ഒരു സന്തോഷം ഇട്ടുകൊടുക്കും. എന്തൊക്കെ തീക്കനലിന്റെ ഉള്ളിലാണ് അയാൾ ജീവിക്കുന്നതെങ്കിലും ഒരു വെള്ളം അയാളുടെ മനസ്സിൽ ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കും, ഒരു സന്തോഷം നിറച്ചു കൊടുക്കും. എവിടെ? ഫിദ്ദുനിയാ വല്ലാഖിറ, ദുനിയാവിലും പരലോകത്തിലും അയാൾക്ക് ഒരുപാട് സന്തോഷം അല്ലാഹ് കൊടുക്കും. എന്താ പറഞ്ഞിരിക്കുന്നത്? അള്ളാഹുവിന്റെ അടിമകൾക്കിടയിൽ നമ്മുടെ വക സന്തോഷം ഉണ്ടാക്കി കൊടുക്കുക. യഹ്യ ബിൻ മുആദ് റഹിമഹുല്ലാഹ് ഒന്നുകൂടെ പറഞ്ഞു, നമുക്കിത് ചെയ്യാൻ പറ്റും. ദാനം ചെയ്യണമെങ്കിൽ ഒരുപാട് പൈസ വേണം. ആരോഗ്യരംഗത്തിൽ ക്ഷീണിക്കുന്ന രോഗികളെ സഹായിക്കണമെങ്കിൽ അതിനുള്ള ഒരുപാട് കപ്പാസിറ്റി വേണം. എന്നാൽ ഇനി പറയുന്ന യഹ്യ ബിൻ മുആദ് റഹിമഹുല്ലാഹ് പറയാണ്, നിനക്കെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന 3 സഹായങ്ങളുണ്ട്. ലിയകുൻ ഹല്ലുൽ മുഅ്മിനി മിൻക സലാസ, നിന്നെ കൊണ്ട് ഒരു മുഅ്മിനിന് 3 കാര്യങ്ങൾ കിട്ടാൻ മതി. വിചാരിച്ചാൽ ചെയ്യാൻ പറ്റാവുന്നതാണ്, ആർക്കും പറ്റുന്നതാണ്. ഇല്ലം തൻഫഉഹു ഫലാ തദുറ, നിന്നെ കൊണ്ട് ഒരു ഉപകാരം അയാൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ദയവ് ചെയ്ത് അയാളെ ഉപദ്രവിക്കാതിരുന്നാ മതി. ആർക്കാ പറ്റാത്തത്? ഒരു ഉപദ്രവം ചെയ്യാതിരിക്കുക. സഹായിക്കാൻ പറ്റണില്ലേ? വേണ്ട, നിന്നെ കൊണ്ട് ഒരു ഉപദ്രവവും ഇല്ലാതിരിക്കലാണ് വലിയ ഗുണമാണ്. 2 വഇല്ലം തുഫ്രിഹു, നിനക്കൊരാളെ സന്തോഷിപ്പിച്ച് ഹാപ്പിയാക്കാൻ ആഹ്ലാദിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പോട്ടെ, ഫലാ തഗുമ്മ, നീ ഒരാളെയും വിഷമിപ്പിക്കാതിരുന്നാ മതി. സന്തോഷിപ്പിക്കലാണ് വലിയ പണി, അതെനിക്ക് പറ്റണില്ലേ? വേണ്ട, നീ ഒരാളെ വെറുതെ സമാധാനം കെടുത്താതിരിക്കുക, നീ ഒരാളെ വേദനിപ്പിക്കാതിരിക്കുക, ചെയ്താൽ മതി. വലിയ കാര്യമാണ്. 3 വഇല്ലം തംദഹു, ഒരു വിശ്വാസിയിൽ ഒരു മനുഷ്യനിൽ വല്ല നല്ല കാര്യങ്ങളൊക്കെ കാണുമ്പോ ഒന്ന് പ്രശംസിക്കാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ ഫലാ തദുമ്മ, അവനെ ആക്ഷേപിക്കാതിരുന്നാൽ മതി. മറ്റൊരാളെ പ്രശംസിക്കുക, അംഗീകരിക്കുക എന്നുള്ളത് നമുക്കൊക്കെ ഭയങ്കര ഭാരമുള്ള കാര്യമായിരിക്കും. നിനക്കത് പ്രയാസാണോ? നീ അയാളെ കുറ്റപ്പെടുത്താതിരുന്നാൽ മതി, ആക്ഷേപിക്കാതിരുന്നാൽ മതി. ഇന്ന തന്നെ അയാൾക്ക് സമാധാനമായിരിക്കും. ഒരു വിശ്വാസിയുടെ മനസ്സിലേക്ക് സമാധാനം കൊടുക്കുന്നത്, സന്തോഷിപ്പിക്കുന്നത് എത്ര വലിയ നേട്ടമാണെന്നാ പറഞ്ഞത്. ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും, ഒരു വിശ്വാസിന്റെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ അംഗീകാരം കൊടുക്കുക. ഒരാൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ അംഗീകരിക്കുക, ആശംസകൾ പ്രശംസിക്കുക. അത് വലിയ നല്ല കാര്യമായി, നീ അത് ചെയ്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, എനിക്ക് ആ കാര്യം ഭയങ്കര ഉപകാരമായി. ഒരു നല്ല പ്രശംസ ചെയ്യുന്ന നന്മക്ക് വേണ്ടി അംഗീകാരം കൊടുക്കുക. 2 സമ്മാനങ്ങൾ നൽകുക. ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് നമ്മുടെ സുഹൃത്തിന്, നമ്മുടെ സഹോദരന് നമ്മളെ കൊണ്ട് കഴിയാൻ പറ്റുന്ന വീട്ടിലെ വിഭവങ്ങളാവാം, നമ്മുടെ കൃഷി വിഭവങ്ങളാവാം, നമ്മുടെ കച്ചവട വസ്തുക്കളാവാം. തഹാബോ, ഹദിയ ചെയ്തോ, സമ്മാനം കൊടുത്തോ, നിങ്ങൾക്കിടയിൽ സ്നേഹം കൂടും. 3 സലാം പറയുക. ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യം സന്തോഷമാണ്. നമ്മളൊരു സലാം ഒരാളോട് പറയുന്നതിലുണ്ടാകുന്ന ഒരു ആനന്ദം അതിലുണ്ട്. 4 ഒരാൾ വിഷമിച്ചിരിക്കുമ്പോൾ അയാളുടെ കൂടെ നിൽക്കുക. പൈസ ഉണ്ടായപ്പോ, നല്ല ജോലി ഉണ്ടായപ്പോ, ഗൾഫിൽ നിന്ന് ഇങ്ങനെ മാസം മാസം വരുമാനം വന്നപ്പോ നമ്മളിപ്പോ കുറെ ചങ്കുകളുണ്ടായിരുന്നു. ചക്കരമ്മ ഈ ചൊട്ടിയെ പോലെ നമ്മുടെ പിന്നാലെ കുറെ മനുഷ്യന്മാരുണ്ടാകും. നമ്മളൊന്ന് തളർന്ന് കരക്കിരുന്നാൽ, സൈഡിലിരുന്നാൽ പിന്നെ നമ്മൾ ഫക്കീറാണ്, മിസ്കീനാണ്, ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ഇന്നത്തെ കാലത്ത് നാട്ടിൽ ആളുണ്ടാവില്ല. എന്നാൽ ഞാനും നിങ്ങളും തിരിച്ചു വരണം. ദാരിദ്ര്യാവസ്ഥയിൽ, വിഷമാവസ്ഥയിൽ എല്ലാം തകർന്ന് തരിപ്പണമായവന്റെ കൂടെ നമ്മൾ ഉണ്ടാവണം. അതൊരു വലിയ പാഠമാണ്. അത് എന്നും ആർക്കും എപ്പോഴും സംഭവിക്കാം. അതുകൊണ്ട് ഹദീസിന്റെ 1-ാമത്തെ ഭാഗം അതാണ്. 2-ാമത് പഠിപ്പിച്ചത്, ഒരു മനുഷ്യൻ സന്തോഷിപ്പിക്കാൻ തക്ഷിഫു അൻഹു കുർബതൻ, അയാൾ അനുഭവിക്കുന്ന വിഷമങ്ങളിൽ, പ്രയാസങ്ങളിൽ മാറ്റിക്കൊടുക്കാൻ പറ്റുന്നത് മാറ്റിക്കൊടുക്കുക.
ഇന്ന് ജീവിതത്തിൽ മനുഷ്യന്മാർ മാനസികമായും ശാരീരികമായും അനുഭവിക്കുന്ന ഒട്ടനേകം പ്രതിസന്ധികൾ ഉണ്ടാകും. അതിൽ തുണയായി നമ്മൾ കൂടെയുണ്ടാവേണ്ടവരും. രോഗം കൊണ്ടും കുടുംബത്തിലെ വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങൾ കൊണ്ടും കുർബത്തുകൾ അനുഭവിക്കുന്ന മനുഷ്യർക്ക് അതിന് എങ്ങനെയെങ്കിലും ഒരു മോചനം കൊടുക്കാൻ നമുക്ക് പറ്റുമോ? ചിലപ്പോൾ ഒരു അഭിപ്രായം, ചിലപ്പോൾ അല്പം പണം, ചിലപ്പോൾ ഒരു വീടിന്റെ 4 കട്ട, ചിലപ്പോൾ ഒരു 10 ചാക്ക് സിമന്റ് കൊണ്ട് എവിടെയാണോ നമുക്കൊരാളുടെ പ്രയാസം മാറ്റിക്കൊടുക്കാൻ പറ്റുക അവിടെ നമ്മൾ ഉണ്ടാവണം. ആരെങ്കിലും ഒരു മുഅ്മിനിന്റെ പ്രയാസം ദുനിയാവിൽ മാറ്റിക്കൊടുത്താൽ ആരുമാരും സഹായിക്കാനില്ലാത്ത പരലോകത്ത് അവന്റെ പ്രയാസം അല്ലാഹ് മാറ്റിക്കൊടുക്കുന്നതാണ്. അല്ലാഹ് പ്രയാസം മാറ്റിത്തരും. അതിനുള്ള വഴികൾ നമ്മൾ പ്രത്യേകിച്ച് മനുഷ്യരായ നമ്മൾ ചിന്തിക്കണം. ആരാണ് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് അന്വേഷിക്കണം. എല്ലാവരും ഒരേ അവസ്ഥയിൽ കാണാൻ പാടില്ല. ചില ആളുകളുടെ ഇരുത്തം, ചില ആളുകളുടെ മുഖഭാവം, ചില ആളുകളുടെ മൂകത അയാളുടെ വിഷമത്തിന്റെ അടയാളാണ്. അപ്പോൾ നമ്മൾ അയാളെ ഒന്ന് സൈഡിലേക്ക് മാറ്റി നിർത്തി അല്പനേരം സംസാരിച്ചു നോക്കണം. അപ്പോൾ ചിലപ്പോൾ ഉള്ളു തുറക്കാം, ചിലപ്പോൾ വിങ്ങിപ്പൊട്ടി കരയാം. ഇതൊരു മനുഷ്യൻ അനുഭവിക്കുന്ന പ്രയാസങ്ങളാണ്. ആ പ്രയാസങ്ങൾ തുറന്നു പറയാൻ പോലും ഇന്ന് ആളില്ലാത്ത അവസ്ഥയാണ്. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ അവർക്ക് തണലാകാൻ ചിലപ്പോൾ കുടുംബങ്ങളിൽ, വ്യക്തികളിൽ, ദാമ്പത്യങ്ങളിൽ, അയൽപക്കങ്ങളിൽ, ജ്യേഷ്ഠാനുജന്മാരിൽ പിണങ്ങി നിൽക്കുന്നവരുണ്ടാകും. ഇവിടെ എന്താ നമ്മൾ ചെയ്യാൻ പറ്റുക? ഒരു മധ്യസ്ഥനായി നിന്ന് ഇവർക്കിടയിൽ ഒരു സുൽഹുണ്ടാക്കി കൊടുത്ത് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കൽ വലിയ നേട്ടമായിട്ടാണ് ഉലമാക്കന്മാർ എണ്ണിയത്. ശാരീരികമായി സഹായിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ ഒരു രോഗിയെ എടുത്ത് ആശുപത്രിയിൽ എത്തിക്കാൻ, ചിലപ്പോൾ കിടപ്പിലായ ഒരു രോഗിനെ ഒന്ന് കുളിപ്പിച്ചു കൊടുക്കാൻ, ചിലപ്പോൾ മുറി ബാധിച്ച് ഇരിക്കുന്ന ഒരു മനുഷ്യന്റെ മുറി ഒന്ന് കെട്ടിക്കൊടുക്കാൻ, നമ്മളെ ശരീരം കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന ചില സഹായങ്ങളുണ്ട്. അത് നമുക്ക് പറ്റാവുന്ന വലിയ നേട്ടമാണ്. ഹദീസിന്റെ 3-ാമത്തെ ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? തഖ്ദി അൻഹു ദൈനൻ, കടം കൊണ്ട് പ്രയാസപ്പെട്ടവന്റെ കടത്തിന്റെ കാര്യത്തിൽ സഹായിക്കാം. ഇതെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇത് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. ആവശ്യമില്ലാതെ 1 രൂപ കടം മേടിക്കുന്നത്, തട്ടിപ്പിനും വെട്ടിപ്പിനും വേണ്ടി, സുഖലോലുപതയ്ക്ക് വേണ്ടി, മറ്റുള്ളവനെ പോലെ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടിയിട്ട് ലോൺ എടുത്തും കടം മേടിച്ചും ജീവിക്കുന്നവർ അവസാനം അപമാനഭാരത്തോടെ നാട്ടിൽ ജീവിക്കും. ഒരു വേള ആ മനുഷ്യർ മരിച്ചാൽ പോലും ജനങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ അയാളൊരു തട്ടിപ്പുകാരനാണെന്ന വാക്കുകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ പരിസരത്തുണ്ടായ ഒട്ടനേകം സംഭവങ്ങൾ, മരിച്ചിട്ടും തീരാത്ത മുറിപ്പാടുകളുമായി കടം കൊണ്ട് നെരുങ്ങിയമരുന്ന ഒരുപാട് പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിലുണ്ട്. ഓരോരുത്തരും ചിന്തിക്കുക. എന്നാൽ ഒരു മനുഷ്യൻ അത്യാവശ്യ ഘട്ടത്തിൽ ചികിത്സക്കും വീടിനും വേണ്ടി കടം മേടിക്കേണ്ടി വന്നാൽ അയാൾക്കത് വീട്ടാൻ കഴിയാതെ വരികയാണെങ്കിൽ നീ അതിൽ നിന്ന് അയാളെ സഹായിക്കുക എന്നത് ഒരു വലിയ അല്ലാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അല്ലാഹുവിന്റെ ഖുർആൻ ആ വിഷയം എടുത്ത് പറയുന്നുണ്ട്. ചിലപ്പോൾ ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ വിശദീകരിച്ച് ശർഹ് വായിച്ചാൽ കാണും, അവനെ സാവകാശം കൊടുക്കാൻ പറ്റുമെങ്കിൽ സാവകാശം കൊടുക്കാം, സമയം കൊടുക്കാൻ പറ്റുമെങ്കിൽ സമയം കൊടുക്കാം. ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി തങ്ങൾ പറയാണ്, റഹിമല്ലാഹു റജുലൻ, അല്ലാഹ് ഒരാളോട് കരുണ കാണിക്കട്ടെ, സമഹൻ നിദാബാ, അയാൾ വിൽക്കുമ്പോഴും വൈദസ്തറ വാങ്ങുമ്പോഴും വൈദക്തള കടമിടപാട് നടത്തുമ്പോഴും വിട്ടുവീഴ്ച കാണിക്കുന്നവനാണ്. കച്ചവടത്തിൽ ചെറിയൊരു വിട്ടുവീഴ്ച വേണം. കടം മേടിക്കുന്നിടത്തും കൊടുക്കുന്നിടത്തും ചിലപ്പോൾ 2 ദിവസം എക്സ്ട്രാ നീട്ടി കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ ചിലരുടെ സംഖ്യ കുറച്ചു കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ തവണകളായി നീട്ടേണ്ടി വരും. അങ്ങനെ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നവനോട് അല്ലാഹു തആല കരുണ കാണിക്കട്ടെ. മൻ അറാദ അൻ തുസ്തജാബ ദഅവത, ഒരാളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, വഅൻ തുക്ഷഫ ഖുർബത, ഒരാളുടെ പ്രയാസം നീക്കി കിട്ടണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ, ഫൽയുഫർരിജ് അൻ മുഅ്സിരിൻ, കടം കൊണ്ട് പ്രയാസപ്പെടുന്നവന് ആശ്വാസമാകട്ടെ. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും, നിന്റെ പ്രയാസം കുറച്ചോ മാറ്റിത്തരും. അപ്പൊ കടം കൊണ്ട് ഞെരുങ്ങുന്നവനെ സകാത്തിന്റെ അവകാശികളിൽ വരെ പെടുത്തിയതിന്റെ ഉദാഹരണം പോലും നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഒരു ദിവസം മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബീ ഖതാദ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും, അദ്ദേഹത്തിന് ഒരു വ്യക്തി കുറച്ച് പണം കൊടുക്കാണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലേതുപോലെ തന്നെ കാണുമ്പോൾ മിണ്ടാതെ നടക്കുന്ന, ഒളിഞ്ഞു നടക്കുന്ന, മാറി നടക്കുന്ന ഈ സഹോദരനെ തേടി പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തി. അദ്ദേഹത്തിന് വീട്ടിൽ നിന്ന് കണ്ടപ്പോഴും അദ്ദേഹം മാറി നിൽക്കുകയും വാതിൽ തുറക്കാൻ വിസമ്മതിക്കുകയും ഒക്കെ ചെയ്ത രംഗം കണ്ടു.
അപ്പോൾ സ്നേഹത്തോടുകൂടെ അബൂ ഖതാദ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നീ എന്നെ കണ്ടപ്പോ എന്തിനാ മാറി നിന്നത്? അദ്ദേഹം പറഞ്ഞു, കടമാണ്, ഞാൻ നിങ്ങൾക്ക് കടം തരാനുണ്ടല്ലോ, അത് തരാൻ കഴിയാത്തതിന്റെ വിഷമത്തിലാണ്. അബൂ ഖതാദ റഹിമഹുല്ലാഹ് തിരിച്ചു പറഞ്ഞു, സത്യമാണ്, അതാണ്, അതുകൊണ്ട് തന്നെയാണോ? അതെ. അപ്പോൾ അബൂ ഖതാദ റളിയല്ലാഹു റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞ മറുപടി ഉണ്ട്. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് കേട്ടിട്ടുണ്ട്. ഇതൊന്ന് നമ്മളെ നാട്ടിൽ പറഞ്ഞാല് കടം മേടിക്കണതിന് മുൻപ് പിന്നെ ഒരു പ്രശ്നമില്ലാതെ മാറും. ഇത് ഒരു ഹദീസിൽ പറയാണ്, മൻ സറഹു അൻ യുൻജിയഹുല്ലാഹു മിൻ ഖുർബി യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഒരു മനുഷ്യന്റെ പ്രയാസം അല്ലാഹ് മാറ്റിക്കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഫൽയുനഫിസ് അൻ മുഅ്സരിൻ ഔ അൻ യളഅ അൻഹു, പ്രയാസപ്പെടുന്നവന്റെ പ്രയാസം നീക്കി കൊടുക്കണമെന്ന്. ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കൂല, ഞാൻ നിന്നെ കഷ്ടപ്പെടുത്തില്ല, നീ ഉണ്ടാവുമ്പോ തന്നാ മതി. ഒരു ആശ്വാസം കൊടുക്കുകയും സമാധാനിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ പറഞ്ഞയക്കുന്ന രംഗവും ഒക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അദ്ദേഹത്തിന് കാരണമുണ്ട് വീട്ടിൽ കൊടുക്കാൻ. ഇന്ന് നമ്മുടെ നാട്ടിൽ മറ്റെല്ലാം നടക്കുന്നുണ്ട്. അയാൾ ടൂർ പോകുന്നുണ്ട്, അയാൾ കറങ്ങി നടക്കുന്നുണ്ട്, അദ്ദേഹം അടിച്ചു പൊളിച്ചു പോകുന്നുണ്ട്, എന്നാൽ അയാളുടെ കടങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. അങ്ങനെയായി കാണുമ്പോഴാണ് ജനങ്ങൾ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടൊരു വിശ്വാസി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, കടമുണ്ടെങ്കിൽ തരാനുള്ള വ്യക്തിന്റെ സാഹചര്യം വെച്ച് ഇനി നീ തരണ്ട, ഇനി എനിക്ക് വേണ്ടെന്ന് പറയാൻ പറ്റിയൊരു കേസാണെങ്കിൽ അങ്ങനെ ചെയ്യാം. 2, അയാൾക്ക് ഡേറ്റ് നീട്ടിക്കൊടുക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അങ്ങനെയാവാം. അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫണ്ടുകൾ കണ്ടെത്തി ആ മനുഷ്യനെ സഹായിക്കാൻ പറ്റുന്ന പണിയുണ്ടെങ്കിൽ അത് ചെയ്യാം. ഇതൊന്നും കടം മേടിച്ചു വിലസാനുള്ള തീരുമാനത്തിനല്ല, ദുരിതക്കയത്തിൽ മുങ്ങുന്നവനെ രക്ഷപ്പെടുത്താനാണ് ഇസ്ലാം ഇത് പറഞ്ഞു. ഹദീസിന്റെ 4-ാമത്തെ ഭാഗം എന്താ പഠിപ്പിച്ചത്? വിശക്കുന്നവന്റെ വിശപ്പ് മാറ്റിക്കൊടുക്കുക. നമ്മൾ നന്നായി ഭക്ഷണം കഴിക്കുന്നു. നമ്മുടെയൊക്കെ നാട്ടിൽ പണ്ട് 2 നേരത്തെ ഭക്ഷണത്തിൽ നിന്ന് മാറി ഇന്നൊക്കെ നമ്മുടെ നാട്ടിൽ 4ഉം 5ഉം നേരത്തെ നല്ല നിറഞ്ഞ വിഭവസമൃദ്ധമായ ഭക്ഷണത്തിന്റെ കാലത്ത്. എന്നാൽ നമ്മളൊന്നൊരു സൈക്കിൾ എടുത്തൊന്ന് ഉള്ളേ ഏരിയകളിലൂടെ ഇറങ്ങി നടന്നാൽ 1 കിലോ അരിക്ക് മോഹിക്കുന്ന മനുഷ്യരുണ്ട്. റേഷൻ കടയിൽ കിട്ടുന്ന 2-4 കിലോ അരി കൊണ്ട് ഒരു മാസം തള്ളി നീക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? വിശപ്പ് മാറ്റുക എന്നതൊരു വലിയ കാര്യമായിട്ട് എല്ലാ മനുഷ്യരുടെയും ധാർമ്മിക ഉത്തരവാദിത്തമായി കാണേണ്ടുന്ന ഒന്ന. സ്വർഗക്കാരുടെ അടയാളം പറയാ, വയുത്ഇമൂന അത്അമ അലാ ഹുബ്ബിഹി മിസ്കീനം വയതീമൻ വഅസീറാ. മിസ്കീനിനും യതീമിനും ഫക്കീറിനും ഒക്കെ ഭക്ഷണം കൊടുക്കുന്നവരാണ് അവർ. അതുകൊണ്ടാണ് അവർക്ക് സ്വർഗം കിട്ടിയത്. മഹാനായ അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീബി ഗർഭാവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് നല്ല കൊതിച്ചു മോഹിച്ച നല്ല ഫ്രൂട്ട്സുമായി കൊണ്ടുവരികയാണ്. വഴിയരികിൽ ഒരു ഫക്കീറായ മിസ്കീനായ മനുഷ്യൻ കൊണ്ട് വല്ലതും തരണേന്ന് ചോദിക്കുകയാണ്. ഈ ഫ്രൂട്ട്സ് എടുത്തിട്ട് ഭാര്യയ്ക്ക് വേണ്ടി ഒരുക്കി വെച്ചത് ഈ സാധനം കൊടുത്തു. തിരിച്ചു വീട്ടിലേക്ക് വരുമ്പോ ഫാത്തിമ ബീവി കയ്യിൽ ഒന്നുമില്ലാതെയാണ് കാണുന്നത്. അലിയാർ തങ്ങളോട് കാര്യം ചോദിച്ചപ്പോ പറഞ്ഞു, ഞാനൊരു ഫക്കീറിനെ കണ്ടപ്പോ എനിക്ക് താങ്ങാൻ പറ്റാതായപ്പോ ഞാൻ ആ ഭക്ഷണ സാധനങ്ങൾ ആ മനുഷ്യന് കൊടുത്തു. ഫാത്തിമ ബീവി പറയാണ്, നിങ്ങൾക്ക് അല്ലെങ്കിൽ എന്നോട് സ്നേഹമില്ല എന്നല്ല പറഞ്ഞത്, എനിക്കെന്റെ വയറു നിറഞ്ഞു, എനിക്കെത്രയോ മതിയായി, എന്റെ മനസ്സും കുളിരണിഞ്ഞു എന്ന് പറഞ്ഞ് തന്റെ ഭർത്താവ് ചെയ്ത ഈ നന്മയെ പ്രേരിപ്പിച്ച പ്രോത്സാഹിപ്പിച്ച വാക്കുകൾ കാണാൻ സാധിക്കും. അബൂ തൽഹ റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് ഒരു സാധുവായ മനുഷ്യൻ വിരുന്നു വന്നു. കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കണം. അവർ ഭക്ഷണം കഴിക്കുന്ന പോലെ കാണിച്ചിട്ട് അതിഥിയായ മനുഷ്യന് ഭക്ഷണം കൊടുത്തു. ഇവർ ചവക്കുന്ന പോലെ കാണിച്ചിട്ട് അവർക്ക് ഭക്ഷണം കൊടുത്ത് വയറ് നിറപ്പിച്ച് ഭക്ഷണം കൊടുത്ത് പറഞ്ഞയച്ചു. വെള്ളം കിട്ടാതെ പൊറുതിമുട്ടിയ മദീനക്കാർക്ക് റൂമാ കിണർ മേടിച്ച് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ദാനം ചെയ്തു. സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹുവിനെ ഉമ്മുൽ മസാകീൻ, പാവങ്ങളുടെ ഉമ്മ എന്ന് വിളിക്കാൻ മാത്രം പട്ടിണി കണ്ട മനുഷ്യർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നതെല്ലാം ചെയ്യുന്ന രംഗം കാണാൻ സാധിക്കും. അവസാനമായി അല്ലാമ ഇബ്നു ഖയ്യിം അൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരൊറ്റ വാക്ക് അടിവരയിട്ട് ഈ വിഷയത്തിൽ നമ്മുടെ മനസ്സിലുണ്ടാവണം. അള്ളാഹുവിന്റെ അടിമകൾക്ക് നീ എന്ത് പരിഗണനയാണോ നൽകുന്നത്, അതേ പരിഗണനയായിരിക്കും അള്ളാഹു നിനക്ക് നൽകുക. ഇത്രയും വിഷയങ്ങൾക്കിടയിൽ സാധുക്കളായ പാവപ്പെട്ട മനുഷ്യരുടെ പ്രയാസങ്ങളിൽ നീ എന്ത് പരിഗണനയാണോ അവർക്ക് കൊടുക്കാറുള്ളത്, അതുപോലെയായിരിക്കും നിന്റെ കാര്യത്തിൽ അള്ളാഹു പരിഗണിക്കുക. അള്ളാഹു ഇഹ്സാൻ ചെയ്യുന്ന, സുഹൃത്തം ചെയ്യുന്ന, മനുഷ്യർക്കിടയിൽ ഒരുപാട് നന്മ ചെയ്ത് അള്ളാഹുവിന്റെ ഇഷ്ടം നേടിയെടുക്കുന്ന നല്ലവരായ മുഅ്മിനീങ്ങൾ നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أيها الإخوة والأخوات أوصيكم وإياي ثانيا بتقوى الله അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെ മറക്കാതെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാം സഹായിക്കുമാറാകട്ടെ. കഴിഞ്ഞ വർഷം 2025 ദുൽഖഅദ മാസം വന്ന സമയത്ത് ഈ മിമ്പറിലായും മറ്റുമൊക്കെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു സൂറത്തുൽ ഹജ്ജ് എന്ന ഒരു അധ്യായത്തിന്റെ പഠന ക്ലാസ്. ഹജ്ജ് എന്ന സൂറത്ത് ആ സമയത്ത് പ്രത്യേകിച്ചും ഹജ്ജിന്റെ ഒരു സമയമായ ദുൽഖഅദയും ദുൽഹിജ്ജയും അതിനുവേണ്ടി ഒരുങ്ങുന്ന യാത്ര ആരംഭിക്കുന്ന സമയമാണ്. ഹജ്ജിന് പോകുന്നവർക്ക് പഠിക്കേണ്ടുന്ന ഒരു സൂറത്താണ്. ഉളുഹിയ്യത്തിന്റെ മാസം വരാനിരിക്കുകയാണ്. ഉളുഹിയ്യത്തുമായി ബന്ധപ്പെട്ട വിഷയം പഠിപ്പിക്കപ്പെടുന്ന സൂറത്താണ് എന്നെല്ലാം പറഞ്ഞതിന്റെ ക്ലാസ്സുകൾ ആരംഭിച്ച അൽഹംദുലില്ലാഹ് ഒരു വർഷം പൂർത്തിയാകാനിരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹജ്ജ് അതിൽ 78 ആയത്തുകളാണ് ഉള്ളത്. 17ാമത്തെ ജുസയിലുള്ള ഒരു സൂറത്താണ്. ഇതിന്റെ 2 സുജൂദുകൾ ഈ സൂറത്തിന്റെ ഇടയിൽ വരുന്നു എന്നതിന്റെ പ്രത്യേകത. മദീനയിൽ ഇറങ്ങിയ ഈ ഒരു സൂറത്തിന്റെ ആ ഘടനകൾ നമ്മൾ പഠിച്ചാൽ 1274ഓളം വാക്കുകൾ നമുക്കതിൽ നിന്ന് പഠിക്കാൻ പറ്റും. 5196 അക്ഷരങ്ങൾ നമുക്ക് ഓതിയെടുക്കാൻ പറ്റും. ഞാനിത് സൂചിപ്പിച്ചത് വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത്, അതിന്റെ അർത്ഥതലങ്ങൾ, അതിന്റെ ആശയങ്ങൾ പഠിക്കാൻ കഴിയുക എന്നത് ഇന്ന് നമ്മുടെ അവസരമായി നമ്മൾ കണ്ടെത്തണം. ചെറിയ ചെറിയ അധ്യായങ്ങളായി സമയം നിശ്ചയിച്ച്, പ്ലാൻ നിശ്ചയിച്ച്, നമ്മുടെ ഒരു ആവശ്യം പോലെ അള്ളാന്റെ കലാമ് പഠിക്കണമെന്ന് സ്വയം നമുക്ക് ഓരോരുത്തർക്കും ബോധ്യം വേണം. പല ഉന്നതരായ ആളുകൾ പോലും നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ട്, ഒരു DYSP ആയിരുന്ന ഒരു മനുഷ്യൻ വന്നിട്ട് അദ്ദേഹം ഖുർആനിന്റെ ക്ലാസ്സിൽ വന്നിരിക്കും. എന്നിട്ട് ഒരു വലിയ ഡയറി എടുത്ത് അവിടെ പറയുന്ന ഓരോ കാര്യവും അദ്ദേഹത്തിന് പുതുതായിരുന്നു. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഞാൻ ഒരുപാട് വലിയ വലിയ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ, ഒരുപാട് വലിയ വലിയ കേസുകളുടെ മുമ്പിൽ ഞാൻ ചെന്നപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇപ്പോൾ ഞാൻ റിട്ടയർമെന്റ് ചെയ്ത ഈ സമയത്ത് എനിക്ക് ബോധ്യപ്പെട്ടത് ഞാൻ ഒന്നും ആയിട്ടില്ല. ഖുർആനിന്റെ ആയത്തുകൾ പോലും നോക്കി ഓതാൻ തപ്പിത്തടയുന്ന പ്രയാസം കണ്ട് അദ്ദേഹം സ്വയം തീരുമാനിച്ചതാണ് എവിടെയെങ്കിലും ഇരുന്നത് പഠിക്കണമെന്ന്. അറിയപ്പെടുന്ന അബുദാബിയിൽ അറിയപ്പെടുന്ന ഒരു ബിസിനസ് മുതലാളി എൻ്റെ റൂമിൽ വന്നുകൊണ്ട് എനിക്കൊന്ന് പഠിക്കണം. ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങൾ പഠിക്കണത്? എനിക്ക് ഖുൽ ഹുവല്ലാഹു അഹദ് മുതൽ പഠിക്കണം. ഓതാൻ അറിയില്ല. നല്ല ഹൈ ലെവൽ ബിസിനസ്മാനാണ്. അദ്ദേഹത്തിന്റെ വിശ്രമത്തിന്റെ സമയത്ത് ഒരു 10 മിനിറ്റ് സമയം ഇരുന്ന് പഠിപ്പിച്ചു തരാൻ പറ്റുമോ എന്ന് പറയും. ഓതിക്കൊടുക്കുന്ന ചെറിയ സൂറത്തുകൾ പോലും പഠിക്കുന്നതിന്റെ പ്രയാസം കാരണം, പഠിക്കാത്തതിന്റെ വിഷമം കൊണ്ട് കരഞ്ഞുപോയ റൂമിലുണ്ടായിരുന്ന അനുഭവങ്ങൾ നമുക്കുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഖുർആൻ പഠന ക്ലാസ്സുകളുണ്ട്, ഓൺലൈൻ സംവിധാനങ്ങളുണ്ട്, ഒറ്റയ്ക്കിരുന്ന് പഠിക്കാൻ പറ്റുന്ന ഉസ്താദുമാരുണ്ട്. എന്തെല്ലാം പടച്ച റബ്ബ് നമുക്ക് ഈ നാട്ടിൽ സൗകര്യം തന്നു. നമ്മൾ പഠിച്ചു. അമാനി തഫ്സീർ എന്ന മലയാളത്തിൽ ഒഴിവനുസരിച്ച് വിശദീകരണം ഇരുന്ന് പഠിക്കാം. ആപ്പുകൾ മൊബൈലിലുണ്ട്, അതിരുന്ന് പഠിക്കാം. ഇങ്ങനെ ഞാൻ എൻ്റെ റബ്ബുമായി സംസാരിക്കുന്ന, എൻ്റെ റബ്ബ് എന്നോട് ഇങ്ങോട്ട് സംസാരിക്കുന്ന ആ വചനങ്ങൾ കേട്ട് പഠിക്കാൻ, അർത്ഥം മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കണം. സൂറത്തുൽ ഹജ്ജിന്റെ 1-ാമത്തെ ആയത്ത് വിളിക്കുന്നത് യാ അയ്യുഹന്നാസ്, മനുഷ്യരേ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ റബ്ബിനെ സൂക്ഷിക്കണം. ഇന്ന സൽസലത്തസ്സാഅത്തി ശൈഉൻ നദീം, ആ ഖിയാമത്ത് നാളിന്റെ പ്രകമ്പനം വല്ലാത്ത അവസ്ഥയായിരിക്കും. ഖിയാമത്ത് നാളിനെ ഓർമ്മപ്പെടുത്തിയിട്ടാണ് മനുഷ്യരെ വിളിച്ച് തഖ്വ പാലിക്കാൻ പറയുന്നത്. ആ സൂറത്ത് ഇങ്ങനെ ഓതിക്കഴിഞ്ഞാൽ കുറച്ചു കഴിഞ്ഞാൽ കാണാം ഹജ്ജുമായി ബന്ധപ്പെട്ട പരാമർശം കാണാം. വഅദ്ദിം ഫിന്നാസി ബിൽ ഹജ്ജ്, നബിയെ നിങ്ങൾ ഹജ്ജിന് വേണ്ടി വിളംബരം നൽകുക. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പറയാണ്, ഹജ്ജിന് വിളംബരം ചെയ്യുക. ലോകത്തിന്റെ വിവിധ മുക്കുകളിൽ നിന്ന് ആളുകൾ അങ്ങോട്ടേക്ക് വരും, നിങ്ങൾ വിളിച്ചാൽ മതി. ആ വിളിയാണ് ഇന്നും നാട്ടിൽ നിലനിന്നുകൊണ്ടിരിക്കുന്ന ഹജ്ജ് യാത്രകൾ. അത് കഴിഞ്ഞാൽ കാണാം ആ ഉളുഹിയ്യത്തുമായി ബന്ധപ്പെട്ട്, അവിടെ ഹജ്ജിന്റെ അറവുമായി ബന്ധപ്പെട്ട് എങ്ങനത്തെ മൃഗങ്ങളാവണം, ആ മൃഗങ്ങളെ എങ്ങനെ പരിഗണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഫകുലൂ മിൻഹാ, അതിനെ അറുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കതിൽ നിന്ന് കഴിക്കാം. വഅത്ഇമുൽ ബാഇസൽ ഫഖീർ, ഫഖീറായ ആവശ്യക്കാരായ മനുഷ്യർക്ക് അതിൽ നിന്ന് തിന്നാൻ കൊടുക്കണം. ഉളുഹിയ്യത്തിന്റെ മാംസം കഴിക്കാൻ പറ്റുമോ? സൂറത്തുൽ ഹജ്ജ് പറയുന്നു, എടുത്ത് കഴിക്കാം.
ഇങ്ങനെ പഠിക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും. ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ. ഒരു ഉളുഹിയ്യത്ത് നടത്തുന്ന മൃഗത്തിന്റെ ഇറച്ചിയോ അതിന്റെ രക്തമോ അള്ളാന്റെ അടുത്തേക്ക് എത്തൂല. വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. അത് അറിവ് നടത്തുന്ന ഷെയർ കൂടുന്ന മനുഷ്യരുടെ തഖ്വ എന്താണോ അതാണ് അള്ളാഹ് പരിഗണിക്കുന്നത്. ഉളുഹിയ്യത്തുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ധാരാളം ഉണ്ട് അവിടെ. ആ സൂറത്തിന്റെ അവസാന ഭാഗത്ത് കാണാം, വഹുവല്ലദീ യഹ്യാകും. അവനാണ് നിങ്ങളെ ജീവിപ്പിക്കുന്നവൻ. സുമ്മ യുമീതുകും. അവനാണ് നിങ്ങളെ വിവിധങ്ങളായ സന്ദർഭങ്ങളിൽ സ്ഥലത്ത് അവധി എത്തുമ്പോൾ നിങ്ങളെ മരിപ്പിക്കുന്നതവനാണ്. സുമ്മ യുഹ്യീകും. പിന്നെ രണ്ടാമതും ജീവിപ്പിക്കുന്നതും അവനാണ്. ഇന്നൽ ഇൻസാന ലകഫൂർ. എത്ര പറഞ്ഞാലും എത്ര കൊടുത്താലും തീർച്ചയായും മനുഷ്യർ ഒരു നന്ദി കെട്ട വിഭാഗമാണ്. പഠിക്കണം. 78 ആയത്തുകളുള്ള ആ സൂറത്ത് ഇൻഷാ അല്ലാഹ് അടുത്ത മാസം 24-ാം തീയതി അതിന്റെ എക്സാം സമയം വരികയാണ്. ഒരു മാസമുണ്ട്. നമ്മൾ നമ്മുടെ കുടുംബവും അതിൽ രജിസ്റ്റർ ചെയ്യുക, എക്സാമിനെ രജിസ്റ്റർ ചെയ്യുക. പുറത്ത് ഒരു കൗണ്ടറും അതിന് ഒരു നോട്ടീസും രേഖയും ഒക്കെ നിങ്ങളുടെ കയ്യിൽ തരും. എന്നിട്ട് നമ്മുടെ ഒരു മാസം നമ്മുടെ കുടുംബത്തിൽ വെക്കേഷൻ കൂടെ ആയതുകൊണ്ട് ഒരു പഠനത്തിലെ നമ്മുടെ വാപ്പിയും ഉമ്മയും കുടുംബമൊക്കെ അതിങ്ങനെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്ന, കഴിയാവുന്നത് പോലെ വായിച്ച് അതിൽ ഞാനൊരു പഠിതാവായി മാറുക എന്ന ഒരു താല്പര്യം ഇപ്പോൾ നിയ്യത്ത് വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുക. നമ്മുടെ വീടും ഖുർആനും തമ്മിലൊരു ബന്ധമുണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട നമ്മുടെ മക്കൾ, നമ്മുടെ പ്രത്യേകിച്ചും മുതിർന്നു മാറിക്കൊണ്ടിരിക്കുന്ന ഹൈസ്കൂൾ, പ്ലസ് ടു, ഡിഗ്രി തലത്തിലുള്ള മക്കളുടെ അവധിക്കാലങ്ങൾ വെറുതെ ഉറങ്ങിയും ഫോണിലും റീൽസിലുമായി അത് തകർന്നു പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. എത്ര മണിക്കൂറുകൾ, എത്ര സമയങ്ങളാണ് പല പല പ്രദേശങ്ങളിൽ നിന്നും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ പോലും. ആ ചെറുപ്രായക്കാർ കണ്ണാടിപ്പറമ്പിൽ ആ ഉണ്ടായ അപകടത്തിന്റെ വാർത്തയും അതിന്റെ ഫോട്ടോയും ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. നടു റോട്ടിൽ ചിതറിക്കിടക്കുന്ന തലച്ചോറിന്റെ അംശങ്ങൾ പോലും കാണുമ്പോൾ അല്ലാഹു അക്ബർ, എത്ര ഭയപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഒരു 19-കാരന്റെ മരണം നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിക്കുമോ? നാദാപുരത്തെ ഒരു ചെറിയ വെള്ളക്കെട്ടിൽ വീണുകൊണ്ടാണ് 3 പേർ ഒരു കുടുംബത്തിൽ മരണപ്പെട്ടത്. അതിലേറ്റവും ചെറിയ പ്രായമുള്ള കുട്ടിന്റെ പ്രായം ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. നമ്മുടെ മക്കളിൽ പലരും ആശുപത്രി കിടക്കയിൽ റിസൾട്ട് അറിഞ്ഞ്, CBSE റിസൾട്ട് അറിഞ്ഞ് 98% മാർക്കുണ്ട്. പക്ഷേ ആ മാർക്ക് കിട്ടിയ കുട്ടി അബോധാവസ്ഥയിൽ കിടക്കുകയാണ്. എത്ര സംഭവങ്ങൾ നമ്മുടെ വിളിച്ച് പാഠം പഠിപ്പിക്കും. നമ്മുടെ കുട്ടിക്ക് അള്ളാനെ പറഞ്ഞു കൊടുക്കാൻ, നബിനെ പഠിപ്പിച്ചു കൊടുക്കാൻ, നിസ്കാരം പഠിപ്പിച്ചു കൊടുക്കാൻ, മയ്യിത്ത് നമസ്കാരം പഠിപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലേ? ഈ അവധിക്കാലത്ത് സമ്മറൈസ് എന്ന് പറയുന്ന നമ്മുടെ വിദ്യാർത്ഥി കുട്ടികൾ തയ്യാറാക്കുന്ന അതിനെ രജിസ്റ്റർ ചെയ്യാൻ നമ്മുടെ ഹൈസ്കൂൾ, പ്ലസ് ടു, ഡിഗ്രി തലത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടി അവസരമുണ്ട്. എവിടെയും ദൂരം പോകണ്ട. നമ്മുടെ മദ്രസയിൽ, നമ്മുടെ സ്വന്തം മദ്രസയിൽ ഇത്രയും അവസരം ഒരുക്കിയിട്ട് രക്ഷിതാക്കളെ നമ്മുടെ വിദ്യാർത്ഥികളുടെ പേര് കൊടുക്കുക, നിങ്ങളുടെ കോണ്ടാക്ട് നമ്പർ കൊടുക്കുക. ഈ വരുന്ന ഈ ശനിയാഴ്ച മുതലാണ് അത് ആരംഭിക്കുന്നത്. 22-ാം തീയതി വരെ ചുരുങ്ങിയ ദിവസങ്ങളിലായിരിക്കും ഉണ്ടാവുക. നമ്മൾ ഓരോരുത്തരും നമ്മുടെ സ്വന്തം കുട്ടിന്റെ കാര്യത്തിൽ ഈ ദീനിയായ ഇഖ്ലാസായ താല്പര്യം നമ്മൾ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുക. അവരെ കൊണ്ടുവരാൻ, മുന്നോട്ട് കൊണ്ടുവരാൻ നമ്മൾ ഓരോരുത്തരും മുൻപന്തി അതിന്റെ കൂടെ ഉണ്ടാവുക. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. പള്ളിയുടെ പരിപാലന പ്രവർത്തനങ്ങളിൽ അകമഴിഞ്ഞ് എല്ലാവരും ഉദാരമായ മനസ്സുമായി എപ്പോഴും ഈ ഒരു പ്രാർത്ഥനാ നിർഭരമായി കൊണ്ട് അള്ളാഹുവിന്റെ ഈ ഒരു ഭവനത്തിന്റെ കൂടെ നിൽക്കാൻ സാമ്പത്തികമായും ശാരീരികമായും ഒക്കെ സഹായിക്കാൻ പറ്റാവുന്നതൊക്കെ ഉണ്ടാവണമെന്ന് വീണ്ടും ഇന്നത്തെ ആഴ്ചയിലും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ സഹായിക്കുന്ന, നമുക്ക് വേണ്ടി ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്നവർക്കെല്ലാം അള്ളാഹു തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പള്ളിയിലൊക്കെ വരുന്ന പലരും ആക്സിഡന്റ് സംഭവിച്ചും മറ്റുമൊക്കെ ആയിക്കൊണ്ട് ആശുപത്രികളിലും വീടുകളിലും കഴിയുന്നവരുണ്ട്. എല്ലാവർക്കും അള്ളാഹു പൂർണ്ണമായ ശിഫ നൽകുമാറാകട്ടെ. ഒരുപാട് രോഗികൾ നമ്മുടെ പരിസരത്തെ ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞ് എല്ലാവരുടെയും പേരുകൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അള്ളാഹു എല്ലാവരുടെയും രോഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറ്റി ശിഫയുള്ള ജീവിതം, ഖൈറായ ജീവിതം അവർക്ക് നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ടവർക്കെല്ലാം അള്ളാഹുവേ നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ. രോഗികളായ ഞങ്ങളുടെ സഹോദരങ്ങൾക്കെല്ലാം ശിഫ നൽകണമേ. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങൾ വീട്ടിക്കൊടുക്കാൻ നീ സഹായിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങളുടെ സാമ്പത്തിക മേഖലകളിലെല്ലാം ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കി തരണമേ. അള്ളാഹുവേ മനസ്സമാധാനത്തോടെ, സന്തോഷത്തോടെ, നിർഭയത്വത്തോടെ ഞങ്ങളുടെ രാജ്യത്ത് ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് പ്രദാനം ചെയ്യണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത്ത് തവഫനാ മുസ്ലിമീന വൽഹിഖ്നാ ബിസ്സാലിഹീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.